Good morning to all. Today we are discussing input and output functions in Python. Pythonലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻപുട്ട് ഫങ്ഷൻ. It is used to read data from the standard input device keyboard. കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാനാണ് നമ്മൾ ഇൻപുട്ട് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് നമ്പർ ആവാം, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ആവാം. പക്ഷേ ബൈ ഡീഫാൾട്ട് ഇൻപുട്ട് ഫങ്ഷൻ റീഡ് ദ യൂസർ ഇൻപുട്ട് ഇൻ ഫോം ഓഫ് എ സ്ട്രിങ് ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് റീഡ് ചെയ്യുക. നമ്പർ ആണെങ്കിലും അത് സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുക. അതിനെ എങ്ങനെ നമ്പറായി കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മളത് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. Syntax of input function is input prompt, where prompt is any string to display as input message. എന്ന് വെച്ചാൽ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഇൻപുട്ടിൻ്റെ കൂടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള മെസ്സേജ് ആയിട്ടാണ് പ്രോംപ്റ്റ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് ഈ ഒരു പ്രോഗ്രാം റീഡ് ആൻഡ് ഡിസ്പ്ലേ നെയിം. ഇവിടെ നെയിം റീഡ് ചെയ്യാനാണ്, അതാണ് ഇവിടെ എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്തിട്ടുള്ളത്. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനാണെങ്കിൽ എൻ്റർ ഫസ്റ്റ് നമ്പർ, എൻ്റർ സെക്കൻഡ് നമ്പർ, അങ്ങനെയാണ് പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുക. ഇത് ഏത് നെയിമാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത് അത് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും, എന്നിട്ട് അതിവിടെ പ്രിൻറ്റ് ചെയ്യും. ഔട്ട്പുട്ട് ഫങ്ഷൻ പ്രിൻറ്റ് ഫങ്ഷൻ പ്രിൻറ്റ്സ് ദ മെസ്സേജ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള മോണിറ്ററിൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനാണ് ഔട്ട്പുട്ട് ഫങ്ഷനായി പ്രിൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, പ്രിൻറ്റ് ഗുഡ് മോർണിംഗ്. ഉടൻ തന്നെ ഗുഡ് മോർണിംഗ് എന്നുള്ളത് നമ്മുടെ മോണിറ്റർ അല്ലെങ്കിൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. വി ക്യാൻ പാസ് വൺ ഓർ മോർ പാരാമീറ്റേഴ്സ് ടു പ്രിൻറ്റ് ഫംഗ്ഷൻ. പ്രിൻറ്റ് ഫംഗ്ഷനിലേക്ക് ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് നമുക്ക് പാസ് ചെയ്യാം. ആ പാരാമീറ്റേഴ്സ് ഉള്ള സ്ട്രിങ് ആവാം, നമ്പേഴ്സ് ആവാം, വേരിയബിൾസ് ആവാം. അതാണ് ഇവിടെ പറയാം, നെയിം ഈസ് എ സ്ട്രിങ് വേരിയബിൾ, ഏജ് ഈസ് എ ഇൻറ്റീജർ വേരിയബിൾ. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ പാരാമീറ്റേഴ്സാണ് പ്രിൻറ്റിലേക്ക് അയക്കുന്നത്. ഫസ്റ്റ് ഉള്ളത് സ്ട്രിങ് ആണ്, ഇവിടെ നെയിം എന്നുള്ളത് സ്ട്രിങ് വേരിയബിളാണ്, ആൻഡ് എന്നുള്ളത് സ്ട്രിങ് ആണ്, ഡബിൾ കോട്ട്സ് കൊടുത്തതൊക്കെ സ്ട്രിങ് ആണ്. ഇത് സ്ട്രിങ് ആണ്. ഏജ് എന്നുള്ള ഇൻറ്റീജർ വേരിയബിളാണ്. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് അറ്റ് എ ടൈമിൽ നമുക്ക് സ്ട്രിങ് പ്രിൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം. പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്കത് റൺ ചെയ്യുന്നുണ്ട്. നെയിം റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാമാണിത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ യുവർ നെയിം. അപ്പോൾ അരുൺ എന്ന് കൊടുത്തു, അപ്പോൾ തന്നെ നെയിം ഈസ് അരുൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഇതാണ് പ്രോംപ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതാണ് അവിടെ മെസ്സേജ് വന്ന് എൻ്റർ യുവർ നെയിം. ഇവിടെ തന്നെ പ്രിൻറ്റ് ഫംഗ്ഷനിലേക്ക് രണ്ട് പാരാമീറ്റേഴ്സാണുള്ളത്. നെയിം ഈസ് എന്ന സ്ട്രിങ്ങും പാസ് ചെയ്തു, നെയിം എന്ന് പറയുന്ന സ്ട്രിങ് വേരിയബിളും പാസ് ചെയ്തു. അടുത്തത് എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഒന്നാമത് നമ്പർ n1 ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ഫസ്റ്റ് നമ്പർ. ഇപ്പോൾ പ്രോംപ്റ്റായിട്ട് എൻ്റർ ഫസ്റ്റ് നമ്പർ n2 ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ സെക്കൻഡ് നമ്പർ sum s equal to n1 plus n2. ഇനി പ്രിൻറ്റ് sum equal to s. നമുക്കത് റൺ ചെയ്ത് നോക്കാം. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക, ഞാൻ പറഞ്ഞു ഇൻപുട്ട് ഫംഗ്ഷൻ റീഡ് ചെയ്യുമ്പോൾ നമ്പർ ആണെങ്കിൽ പോലും അതിനെ സ്ട്രിങ് ആയിട്ടാണ്, അല്ലെങ്കിൽ ടൈപ്പ് സ്ട്രിങ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 എന്ന് കൊടുത്തു, അടുത്തത് 4 എന്ന് കൊടുത്തു. ഇനി എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് വരെ 24 എന്നാണ്, 24 എന്നാണ് വരിക. കാരണം ഇതൊരു കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഇവിടെ പ്ലസ് എന്ന് വെച്ചാൽ ആദ്യത്തെ സ്ട്രിങ്ങിൻ്റെ എൻഡിലേക്ക്
രണ്ടാമത്തെ സ്ട്രിങ് അപ്പെൻഡ് ചെയ്യാണ്. അതാണ് ഇവിടെ 24 എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ N1 സ്ട്രിങ് ആയിട്ട് എടുക്കും, N2 സ്ട്രിങ് ആയിട്ട് എടുക്കും. N1ൻ്റെ എൻഡിലേക്ക് N2ലെ സ്ട്രിങ് അപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ പ്ലസ് ഇവിടെ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. സ്ട്രിങ്ങിൻ്റെ കൂടാകുമ്പോൾ കൺകാറ്റിനേഷൻ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷനായ അഡിഷൻ തന്നെ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ റീഡ് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ ഇൻറ്റിജർ അല്ലെങ്കിൽ ഫ്ലോട്ടോ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ ഇൻറ്റിജർ ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫ്ലോട്ട്. ഇവിടെയും റീഡ് ചെയ്തിട്ടുള്ള സ്ട്രിങ് ആണ്, അതിനെ നമ്മൾ ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതിനാണ് ആ ഇൻറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അരിത്മെറ്റിക് ഓപ്പറേഷൻ തന്നെയാണ് പെർഫോം ചെയ്യുക. അപ്പോൾ കൊടുത്ത് നോക്കാം. 3 6 സം ഈക്വൽ ടു 9. ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ഒരു പ്രോഗ്രാം, മറ്റൊരു പ്രോഗ്രാം നോക്കാം. ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പോൾ നമുക്ക് ഏരിയ റേഡിയസ് ആണ്, πr² ആണ്. അപ്പോൾ r ഈക്വൽ ടു ഇൻപുട്ട് ഇൻറ്റിജർ. ആദ്യം നമ്മൾ അതിന് മാറ്റം ഫ്ലോട്ടായിട്ട് എടുക്കാം. അപ്പം ഫ്ലോട്ട് ഇൻപുട്ട് ഫങ്ഷൻ, ദെൻ എൻ്റർ റേഡിയസ്. ഇപ്പോൾ എക്സ്ലേഷന് റേഡിയസ്. ഇനി നമുക്ക് ഏരിയ ഈക്വൽ ടു πr². പൈ എന്ന് പറഞ്ഞാൽ 3.14 ഇൻറ്റു r, πr² ഇൻറ്റു r. ദെൻ പ്രിൻറ്റ് ഏരിയ ഈക്വൽ ടു എന്ന്, കാരണം എന്നുള്ള വേരിയബിളാണ് റിസൾട്ടുള്ളത്. റൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 1.5 എന്ന് കൊടുത്തു. ഉടൻ തന്നെ ഏരിയ ഈക്വൽ 7.064 റിസൾട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് ആദ്യം പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടണം. P ഈക്വൽ ടു അത് ഇൻറ്റ് ഓഫ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഓഫ് നമുക്ക് റിയൽ നമ്പർ ആക്കിയിട്ട് എടുക്കാം. ഫ്ലോട്ട് ഓഫ് ഇൻപുട്ട് എൻ്റർ പ്രിൻസിപ്പൽ എമൗണ്ട്. ഡബിൾ കോഡ്സ് ഇതിൽ കൊടുക്കുന്ന സ്ട്രിങ്ങിൻ്റെ സ്പെല്ലിംഗ് തെറ്റിയാലൊന്നും പ്രശ്നമില്ല, അത് എററൊന്നും റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ അത് അത്ര ബോധറാവേണ്ട ആവശ്യമില്ല. ഇനി n ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എൻ്റർ നമ്പർ ഓഫ് ഇയേഴ്സ്. അങ്ങനെ കൊടുക്കും. നമ്പർ ഓഫ് ഇയേഴ്സ് r ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ്, കാരണം പോയിൻ്റ് വരും. ഫ്ലോട്ട് ഓഫ് ഇൻപുട്ട് എൻ്റർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എല്ലാം നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു. കാരണം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ P കാണണം. PNR ഡിവൈഡഡ് ബൈ 100 എന്നാണ്. P റീഡ് ചെയ്തു, N റീഡ് ചെയ്തു, R റീഡ് ചെയ്തു. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് SI ഈക്വൽ ടു ബ്രാക്കറ്റിൽ P ഇൻറ്റു N ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു R ഡിവൈഡഡ് ബൈ 100. ഇപ്പോൾ റിസൾട്ട് SIയിലേക്ക് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് SIയിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി അത് ഡിസ്പ്ലേ ചെയ്യുക. പ്രിൻറ്റ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു SI. റൺ ചെയ്ത് നോക്കാം. ഒരു 10,000 2 years റേറ്റ് 10, ഇൻട്രസ്റ്റ് ഈക്വൽ ടു 2000. ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ഇതേപോലെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.